ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത എൻ.ഡി.എ സഖ്യത്തെയും ബി.ജെ.പിയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പടയോട്ടം കോടതിയിലേക്ക് നീങ്ങുകയാണ്. നവംബർ 14 പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിനെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കെ കൃത്യം 44-ാം ദിവസം ബി.ജെ.പിയുടെയും നിതീഷ് കുമാറിന്റെയും ഉറക്കം കെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പാട്ന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും റദ്ദാക്കണമെന്നും സംസ്ഥാനത്ത് വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യം. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി.ജെ.പിയും നിതീഷ് കുമാറും പ്രയോഗിച്ച തറവേലകളാണ് ഇപ്പോൾ കോൺഗ്രസ് കോടതിക്ക് മുൻപിൽ ഓരോന്നായി തുറന്നുകാട്ടുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ മഹിളാ റോസ്ഗർ യോജന എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ഒഴുക്കിയെന്നാണ് പ്രധാന ആരോപണം. 1.25 കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് 10,000 രൂപ വീതം അക്കൗണ്ടുകളിൽ എത്തിച്ച് വോട്ട് വിലക്കെടുത്തു എന്നാണ് കോൺഗ്രസ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സെപ്റ്റംബർ 26-ന് പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പോലും പണം കൈമാറിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. കാശെറിഞ്ഞ് വോട്ട് വാങ്ങിയ ഈ കള്ളക്കളി ബീഹാറിലെ ജനങ്ങളോടുള്ള അവഹേളനമാണെന്നും ഈ അവിശുദ്ധ വിജയം റദ്ദാക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. പണമിറക്കി ജയിക്കാമെന്ന ബി.ജെ.പിയുടെ ധാർഷ്ട്യത്തിന് ബീഹാറിലെ മണ്ണിൽ വെച്ച് തന്നെ തിരിച്ചടി നൽകാനാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇരട്ടത്താപ്പിനെതിരെയും കോൺഗ്രസ് കടുത്ത ഭാഷയിൽ ആഞ്ഞടിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നടന്ന വൻ അട്ടിമറികളാണ് ഇതിൽ പ്രധാനം. ഏകദേശം 3 ലക്ഷത്തിലധികം വോട്ടർമാരെ അവസാന നിമിഷം പട്ടികയിൽ ഉൾപ്പെടുത്തിയതും 80,000-ഓളം ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിച്ചതും വോട്ട് കൊള്ളയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. രാജസ്ഥാനിലും തെലങ്കാനയിലും തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ത്രീകൾക്ക് സൗജന്യങ്ങൾ നൽകാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞ കമ്മീഷൻ ബീഹാറിൽ ബി.ജെ.പിയും നിതീഷ് കുമാറും പണമൊഴുക്കിയപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കി. ഈ നീതികേടിനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും ജനവിധി അട്ടിമറിച്ചവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്നുമാണ് ഹർജി നൽകിയ ശശാങ്ക് ശേഖറും ഋഷി മിശ്രയും നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം കോൺഗ്രസിന്റെ ഈ പടപ്പുറപ്പാടിൽ വിറളി പൂണ്ട ബി.ജെ.പി ക്യാമ്പ് ഇത് തോൽവി സമ്മതിച്ചവരുടെ നിരാശയാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പാട്ന ഹൈക്കോടതിയിലെ നീക്കങ്ങളെ അതീവ ഭീതിയോടെയാണ് അവർ നോക്കിക്കാണുന്നത്. ഹർജിയിൽ കോടതി ഇടപെടുകയും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ബീഹാറിലെ അധികാരം ബി.ജെ.പിക്ക് നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്ന സമയത്താണ് ഈ നിയമക്കുരുക്ക് വന്നിരിക്കുന്നത് എന്നത് ഭരണപക്ഷത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അഴിമതിക്ക് പുറമെ സാധാരണക്കാരന്റെ ഏക ആശ്രയമായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെയും കോൺഗ്രസ് വമ്പിച്ച യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. NGNREGA എന്ന പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി BBG റാംജി എന്ന് പുനർനാമകരണം ചെയ്ത സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഗാന്ധിജിയുടെ പാരമ്പര്യത്തെ മായ്ച്ചു കളയാനും പദ്ധതിയുടെ നിയന്ത്രണം സംസ്ഥാനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനുമുള്ള നീക്കമാണിത്. ഇതിനെതിരെ ജനുവരി 5 മുതൽ രാജ്യം കത്തുന്ന പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കും. മൻരേഗ ബച്ചാവോ എന്ന പേരിൽ കോൺഗ്രസ് നടത്തുന്ന ഈ ക്യാമ്പയിൻ ബീഹാർ തെരഞ്ഞെടുപ്പിലെ അഴിമതി കൂടി ചർച്ചയാക്കി മാറ്റും. ബീഹാറിലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF മോഡൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. അധികാരം പിടിക്കാൻ ഏത് അഴിമതിയും നടത്തുന്ന ബി.ജെ.പിയുടെയും നിതീഷ് കുമാറിന്റെയും ശൈലിക്ക് കോടതിയിലൂടെ മറുപടി നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം.